ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി ക്ലോക്കാണ് പരിചയപ്പെടാനുള്ളത്. ഇതാണ് ക്ലോക്കിൻ്റെ PCB ഇൻക്ലൂഡിങ് സെക്കൻഡ്സ് ഉള്ള ഒരു ക്ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ PCBയിൽ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കീമാറ്റിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ഒരു PCB തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ചിപ്പ് വരുന്നത്, AT89C2051. അപ്പോൾ ഇതൊരു പ്രോഗ്രാംഡ് IC ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാനൊന്നും നിൽക്കണ്ട, നമുക്ക് ഡയറക്റ്റ് തന്നെ ഇത് വെച്ചിട്ട് അസംബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോരോ കമ്പോണൻസ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, മെയിൻ കമ്പോണൻസ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് റെസിസ്റ്റേഴ്സ് തന്നെ ഇതിലേക്ക് ബോർഡിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള 1 കിലോ ഓംസിൻ്റെ റെസിസ്റ്റേഴ്സാണ് ആദ്യമായിട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇല്ല, ഇവിടെ ഒരു റെസിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു, ഒരു 5K. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്ത റെസിസ്റ്റേഴ്സ് എല്ലാം ഒന്ന് പെട്ടെന്ന് സോൾഡർ ചെയ്തെടുക്കാം. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമോ എന്നറിയില്ല, എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റേഴ്സ് എല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കമ്പോണൻസ് ഇൻസേർട്ട് ചെയ്തിട്ട് അതുകൂടി സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4007 ഡയോഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 100 മൈക്രോഫാരഡ്സിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, പിന്നെ ഒരു 10 മൈക്രോഫാരഡ്സിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, പിന്നെ 3 മൈക്രോ സ്വിച്ചേഴ്സ്. ഇത്രയുമാണ് അടുത്തായിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് S8550 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. ഇതൊരു 6 നമ്പേഴ്സാണുള്ളത്. ട്രാൻസിസ്റ്ററിൻ്റെ മാർക്കിങ്സ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ എമിറ്റർ കളക്ടർ ബേസ് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കമ്പോണൻറ്റ് ടെസ്റ്ററിൽ വെച്ചിട്ട് ട്രാൻസിസ്റ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു PNP ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ പിൻ നമ്പർ 1 വരുന്നതാണ് എമിറ്റർ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ 2 വരുന്നത് ബേസ്, പിൻ നമ്പർ 3 കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ എന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് കണ്ടിട്ട് ട്രാൻസിസ്റ്റർ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള IC ആണ്. 78L05 5 വോൾട്ട് റെഗുലേറ്റഡ് IC. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പോണൻസ് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സോൾഡറിങ് കഴിഞ്ഞു. അപ്പോൾ ലീഡ്സ് ഒന്നും ഷോർട്ടായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് നോക്കാം. അടുത്തായി നമുക്ക് ഈ IC ഇൻസേർട്ട് ചെയ്യാനുള്ള സോക്കറ്റാണ് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു സോക്കറ്റ് യൂസ് ചെയ്യുകയാണ് നല്ലത്. IC ഹീറ്റായാൽ ഡാമേജ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സോക്കറ്റ് ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ICയുടെ സോക്കറ്റ് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് സെറാമിക് കപ്പാസിറ്റേഴ്സാണ് സോൾഡർ ചെയ്യാനുള്ളത്. 104 2 30 PFൻ്റെ 2 സെറാമിക് കപ്പാസിറ്റേഴ്സ്. ഇത്രയാണ് അടുത്തായിട്ട് നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബസറും കേബിൾ കണക്ടറും ഇൻസെർട്ട് ചെയ്യാം, അതിനുശേഷം സോൾഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബസറും കണക്ടറും സോൾഡർ ചെയ്തിട്ടുണ്ട്. ബസറിൻ്റെ സീല് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് 12 മെഗാഹെർട്സിൻ്റെ ഒരു ക്രിസ്റ്റലാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അത് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് LEDസും അതിൻ്റെ ഡിസ്പ്ലേയുമാണ്. അപ്പോൾ അതുകൂടി സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക്
ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, LED ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി LED ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, LED സോൾഡർ ചെയ്യുമ്പോൾ വിരലുകൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ലെവൽ കിട്ടില്ല. ഓക്കെ, ഇനിയുള്ളത് ഇതിൻ്റെ ടൈം ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള LED ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, ഫ്ലക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ IC ഇൻസേർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 9 വോൾട്ട് പവർ സപ്ലൈ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്ലോക്ക് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഇതിൻ്റെ സെറ്റിങ്സ് ഓപ്ഷൻ കിട്ടുന്നതാണ്. കൂടാതെ ഇതിലൊരു 24 hour ടൈം സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഒരു സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ കൂടി ഇതിലുണ്ട്. എക്സസൈസോ ഗെയിമോ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഫങ്ഷൻസുള്ള നല്ലൊരു ക്ലോക്കാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്